വാ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ദിവസം ഷോർട്സ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അന്ന് കൂട്ടത്തിൽ കറിയുടെ കൂട്ടത്തിൽ നമുക്ക് ബീട്രൂട്ട് തീയലാന്ന് പറഞ്ഞായിരുന്നു. അന്ന് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് തീയലിന്റെ റെസിപ്പി ചെയ്യാവോ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ ഡീറ്റെയിൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വരുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അത് കറക്റ്റ് ഒതന്റിക് രീതിയിൽ ചെയ്യുന്നതാണ്. മൺചട്ടിയിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ വിറകടുപ്പിലെ കനലടുപ്പിലിട്ട് നന്നായിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് എണ്ണ തെളിയുന്ന രീതിയിൽ അമ്മിക്കല്ലിൽ അരച്ചൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതാണ്. അതിന് ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടിയില്ലെങ്കിലും എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാവും. ഞാനിപ്പോൾ അമ്മിയിൽ അരയ്ക്കുന്നില്ല, അതിന് പകരം തേങ്ങയൊന്നും ആ രീതിയിലല്ല വറുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ട് തീയലിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് പറയും. അതായത് നമുക്ക് 2 ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു സവാള, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി, 1 കപ്പ് തേങ്ങ, കറിവേപ്പില, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കടുക്, ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് വറ്റൽമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകാം. നമ്മൾ കുക്ക് ചെയ്യുന്ന ഏതൊരു വെസലാണോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിൽ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര തിക്കായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു എണ്ണ മെൽറ്റായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. എണ്ണ ചൂടായി അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഒരു വറ്റൽമുളക്, ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കീറിയെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു വെളുത്തുള്ളി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോവും വരയ്ക്കും നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയുടെ സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബീട്രൂട്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതായത് ഒരു സവോളയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്തേക്ക് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ കിടന്ന് കുക്കാവുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ തീയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുത്ത് അരപ്പ് സെറ്റ് ചെയ്യാം. നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആവത്തില്ല. ഇത് ഒരു സൈഡിൽ ഇവിടെ ആവുന്ന ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ അവിടെ നമ്മുടെ തേങ്ങ വറുത്തെടുക്കുവാണ്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് അതിനുശേഷം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബീട്രൂട്ടൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിലിരുന്ന് അത് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഞാൻ തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. തേങ്ങയുടെ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്കതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ അതേ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ എടുത്തപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആവണം. അപ്പോൾ നമുക്ക് വീണ്ടും അതിനെ ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. ആ സമയത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നിറം മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടി ആഡ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയും പിന്നെ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഓൾമോസ്റ്റ് റോസ്റ്റ് ആയിരിക്കുകയാണ്. ഈ സമയത്തേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും കൂടി ഞാനിപ്പോൾ ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പൊടികൾ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് ചൂടില്ലാത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട്
ഫൈൻ പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കാം. നമ്മുടെ വറുത്തെടുത്ത തേങ്ങ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ഫോമിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ കുക്കായി നല്ല സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിരിക്കുവാണ്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്കിങ്ങനെ മാറ്റി കുക്ക് ചെയ്യാം. ഇതിനകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് തിക്കായ എണ്ണയൊക്കെ തെളിയുന്ന സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ദേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഈ ഒരു ചൂടുള്ള അടുപ്പിൽ ലീവ് ചെയ്തിരിക്കും. അപ്പം നന്നായിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചോറും ഈ ബീട്രൂട്ട് തീയലും മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ചോറ് കഴിച്ച് കാണിക്കാം. അപ്പം ദേ ഫൈനലി നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് ഞാനൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോറും ഈ ഒരു കറിയും കൂടെ കൂട്ടി കഴിക്കാം. ചാറും ബീട്രൂട്ടും ഒക്കെ ആയിട്ട് നല്ല ആവി വറുക്കുന്നുണ്ട് കറിയിൽ നിന്ന്. അപ്പം ഞാൻ ദേ കഴിച്ച് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയ മധുരവും നമ്മൾ പുളി ആഡ് ചെയ്തതിൻ്റെ പുളിപ്പും ഉപ്പും എല്ലാം കൂടെ ഒരു മിക്സായൊരു ടേസ്റ്റാണ്. പിന്നെ ആ വറുത്തരച്ച തേങ്ങയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് വേറെ കറികളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. അപ്പം നിങ്ങൾ ഇതുവരെയ്ക്കും ബീട്രൂട്ട് തീയൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നോക്കി നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻറ്റ് ആയിട്ട് പറയണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.